അനുഗ്രഹദായക പുണ്യാത്മാ സെബസ്ത്യാനോസേ. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇന്ന് കൊടിയേറി. എല്ലാ വർഷവും ജനുവരി 19-ാം തീയതിയാണ് തിരുനാൾ കൊടിയേറ്റ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ദേവാലയത്തിൽ നടന്ന ദിവ്യബലി വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ബധിരരും മൂകരുമായ സഹോദരങ്ങൾക്കായി സമർപ്പിച്ച ബലിയായിരുന്നു ഇത്. ആംഗ്യഭാഷയിലുള്ള ബലി അർപ്പിച്ചത് റവറന്റ് ഫാദർ ബിജു മുല്ലക്കര CSC ആണ്. കോട്ടയത്തുള്ള നവധ്വനിയുടെ ഡയറക്ടറായി ഇദ്ദേഹം സേവനം ചെയ്തു വരുന്നു. ലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ശബ്ദം ശ്രവിക്കുവാനോ സംസാരിക്കുവാനോ കഴിയാത്തവർ ആംഗ്യഭാഷയിൽ പ്രാർത്ഥനകൾ വരച്ചുകാട്ടി ബലിയിൽ പങ്കാളികളാകുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിനെ ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധനെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സൗഖ്യഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഓർമ്മ ദിനത്തിൽ മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. കേൾക്കുവാനും പറയുവാനും കഴിവുള്ളവർ നിറകണ്ണുകളുമായാണ് ബലിയിൽ പങ്കാളികളായത്. പുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തേടും ഞാൻ അനവരതം. കാലിക പ്രസക്തിയുള്ള മറ്റൊരു പ്രത്യേകത ബലി മുഴുവനും ജന അഭിമുഖമായിരുന്നു എന്നുള്ളതാണ്. വൈദികൻ ചുണ്ടുകൾ ഉരുളിടുന്നതും ആംഗ്യഭാഷയും നേരിട്ട് കാണാതെ ഇവർക്ക് ചൊല്ലുന്നത് മനസ്സിലാക്കുവാൻ കഴിയില്ലല്ലോ. തിരുനാൾ ദിവ്യബലിയിൽ ഒരു തിരക്കും അനുഭവപ്പെടാതെ നല്ലൊരു ദിവ്യബലി അനുഭവമാണ് ഇന്ന് ലഭിച്ചത്. സഹോദരി, ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം അവിടുത്തെ വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവരെ പോലെ തന്നെയാണ് നമ്മളും സുവിശേഷം കേട്ടവരായത്. എന്നാൽ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം വിശ്വാസത്തിലൂടെ കേട്ടവരുമായി അവർ യോജിച്ചു നിന്നില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. ലോകസ്ഥാപനം മുതൽ അവിടുത്തെ പ്രവർത്തികൾ പൂർത്തിയായെങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്ത പോലെ തീർച്ചയായും അവർ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1 വചനങ്ങൾ 29 മുതൽ 34 വരെ. പിറ്റേന്ന് യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സംസാരിക്കുവാൻ നാവും കേൾക്കുവാൻ ചെവിയും നൽകിയ കർത്താവിന് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു.
നമുക്കില്ലാത്ത സുന്ദരമായ ഒരു ഭാഷ, ആംഗ്യഭാഷ ഈ സഹോദരങ്ങൾക്ക് നൽകിയവനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ഞാൻ ഈ നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയുടെ സ്തുതിയുണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും. അതുമാത്രം ഞാൻ കൊതിപ്പൂ അണയേണമേ അതുമാത്രം ഞാൻ കൊതിപ്പൂ
വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർത്തിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്യും. ചെന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ഫാദർ ബിജു. ഞാൻ ഹോളി ക്രോസ് സഭാംഗമാണ്. ബധിരായ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. ദിനമ്പുഴ പള്ളിയിൽ ഇതുപോലെ എല്ലാ വർഷങ്ങളും വന്ന് അവർക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാറുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് അതിനൊരു ഭാഗ്യം ലഭിച്ചു. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. താങ്ക് യു. അനുഗ്രഹദായക പുണ്യാത്മാ സെബസ്ത്യാനോസേ ധന്യാത്മാ സഹനത്തിൻ മണിമകുടം നീയേ